കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇനി ഇന്നത്തെ വിശേഷത്തില് വീട്ടിലേക്ക് കയറി വന്ന വീടിന്റെ അവസ്ഥ കണ്ടപ്പോഴത്തേനും മിത്രയ്ക്ക് ആകെപ്പാടെ സങ്കടം വന്നു. എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്നു തിണ്ണയിലൊക്കെ. പെട്ടെന്ന് ആര്യനോട് പറഞ്ഞു, ആര്യ എനിക്ക് പേടിയാവുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് പോയാലോ നിൽക്കാം. എങ്ങോട്ട്? നമുക്ക് എങ്ങോട്ടേലും പോ, അല്ലെങ്കിൽ അതെ ആന്റെ വീട്ടിലേക്ക് പോയാലോ, എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാന്ന് പറയാം. നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ മിത്ര ശരിയാന്ന്? കയറി വരാൻ പറയണം. വേണ്ട ആര്യ, എനിക്ക് പേടിയാന്ന് പറയണം. ഞാനില്ല നിന്റെ കൂടെ, പിന്നെ നീ എന്തിനാ പേടിക്കണേന്ന് ചോദിക്കുക. ആര്യം കഥവ് തുറന്ന് അകത്തേക്ക് കയറുക. പിന്നീട് ആര്യം പറഞ്ഞതേ ഇപ്പോഴെന്താളും ഇതൊന്നും എടുത്തു വെക്കാൻ പോകണ്ടെന്ന് പറയണം. അതെന്താ ഇങ്ങനെ കിടക്കട്ടെ, ഇനിയിപ്പോ പോലീസ് കേസോ മറ്റോ ആയിട്ടുണ്ടെങ്കിലേ നമുക്ക് തെളിവ് വേണമല്ലോ എന്ന് പറയണം. പക്ഷെ അകത്ത് കയറിയാലും മിത്രയുടെ ടെൻഷൻ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്ത ടെൻഷനായിരുന്നു മിത്രയ്ക്ക്. മിത്ര പറഞ്ഞു, വേണ്ട ആര്യ, നീ ഒന്ന് സമാധാനപ്പെടാൻ പറഞ്ഞിട്ട് മിത്രനെ ആശ്വസിപ്പിക്കുക. ഞാനേ വിശ്വത്തെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിശ്വത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ ഈ സമയം മിത്ര അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് കാണിക്കുന്ന വല്ലാത്ത വിഷമത്തിക്കാൻ നന്ദിത. അപ്പോഴേക്കും അനന്തൻ അങ്ങോട്ട് കയറി വന്നു. അനന്തനോട് നന്ദിത പറഞ്ഞു, അതെ അനന്തേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എനിക്ക് തോന്നുന്നേ ആ അച്ഛനും എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിക്കും. അതിനു മുമ്പ് നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കണം എന്ന് പറയാം. അനന്ത പറഞ്ഞു, ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ അനന്തേട്ടൻ അവരെ ബ്ലോക്ക് ചെയ്യണം. എന്തെങ്കിലും കാണിച്ച് ഒരു കാരണവശാലും ദേ നമ്മുടെ മിത്രമോൾക്ക് ഒരു ആപത്തും ഉണ്ടാകാൻ പാടില്ല. അറിയാലോ, നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറാൻ എന്തേട്ടാ, നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം വേണ്ടേ? എത്ര നാളെന്ന് വെച്ചാ നമ്മള് മിത്രമോളുമായിട്ട് ഇങ്ങനെ അകന്നു കഴിയുന്നേ. ഈ കുടുംബത്തിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല, നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്ന് പറയാം. ഇത് കേട്ടത് ആനന്ദം പറഞ്ഞു, നീ സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇവിടുന്ന് മാറി താമസിക്കണമെങ്കിൽ മാറി താമസിക്കാന്ന് പറയാണ്. നന്ദിതയ്ക്ക് മനസ്സിലായി ഇവരുടെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഇനി തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവര് ഓരോ ദിവസം ശ്രമിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. കാരണം മിത്രയെ ശത്രുവായി മാറിയല്ലോ. അപ്പൊ ഓരോ നിമിഷം ചെല്ലുമ്പോഴും ഈ കുടുംബം ഒരു നരകമായിട്ട് മാറുമെന്ന് നന്ദിതയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് അനന്തനോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അനന്തനും ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു വന്നു തുടങ്ങി. അനന്തൻ പറഞ്ഞു, ദേ അപ്പുറത്തുകാര് നമ്മുടെ ശത്രുക്കളാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നമ്മള് അവരോട് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്നൊക്കെ അനന്തൻ പറയുന്നുണ്ട്. ഈ സമയം വല്ലാത്ത ടെൻഷനിലാണ് ഗോമതി. ബാലൻ വന്നിയപ്പോഴത്തേനും ഗോമതി എന്നിട്ട് പറഞ്ഞു, ബാലേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരിനെയും അവരെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വേണമെന്ന് പറയാം. അപ്പത്തേനും ആകാശം ധർമ്മനും ഒക്കെ അങ്ങോട്ട് വന്നു. അതേ അച്ഛാ, ഇനിയിപ്പൊ ആരിനെ അവിടെ നിൽക്കുന്ന ശരിയാകത്തില്ല. കാരണം ഈ വീട്ടിൽ വന്ന് ഗുണ്ടകൾ വിളയാടി, അങ്ങനെയാണെങ്കിൽ ആരിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. ധർമ്മം പറഞ്ഞു, അത് ശരിയാളിയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ബാലൻ പറഞ്ഞു, എന്താണ് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറയണം. പിന്നെ അവൻ കാരണമല്ലേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. അവൻ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ഓഹോ, അപ്പൊ അച്ഛനെ തല്ലാൻ വന്നപ്പോ മകൻ നോക്കി നിൽക്കണായിരുന്നല്ലേ? എന്റെ ആരിന് അങ്ങനെയൊന്നുമല്ല, എന്റെ ആരിനെ അച്ഛന്റെ മോനാന്ന് പറയണം. അവൻ വെറുതെ ഇരിക്കില്ല, എനിക്ക് അവനെ പോലെയുള്ള ആൺകുട്ടികളെ ഇഷ്ടമെന്ന് ഗോമതി പറയാം. അതെ, നീ തന്നെ അവന് സപ്പോർട്ടാണല്ലോ എന്ന് പറയാം. പിന്നെ എന്ത് ചെയ്യാനെന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, ആരും ചെയ്താൽ എന്താ തെറ്റ്? സ്വന്തം അച്ഛനെ തല്ലാൻ വന്നു കഴിയുമ്പോ പിന്നെ ഒരു മകനെന്ന നിലയിൽ അവൻ നോക്കി നിൽക്കണായിരുന്നോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എന്താണോ ആരിന്റെ ഭക്ഷത്തോ നിൽക്കുള്ളൂ എന്ന് പറയണം. ബാലൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണെന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? ആരും ഒന്നും ചെയ്യാനൊന്നും വരുന്നില്ല എന്ന് പറയാം. ഇതേ ബാലേട്ടാ, ബാലേട്ടന്റെ കുട്ടികളെയല്ല, ഇന്ന് അവന്മാർ ഈ വീട്ടിൽ വന്ന് കയറി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഞാനല്ലേ ഉള്ളേ. ഈ ബാലൻ പറഞ്ഞ് നിനക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കാം. അല്ല അതിനിപ്പോ ബാലേട്ടൻ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. തൽക്കാലത്തേക്ക് നിങ്ങളെ ആരും ഒന്നും ചെയ്യാനായിട്ട് വരത്തില്ല. അത് മാത്രം നിങ്ങൾ അങ്ങോട്ട് കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറയാണ്. പക്ഷെ എന്താ എങ്ങനെയാണെന്നും ബാലൻ ആരോടും ഒന്നും പറയാൻ പോയില്ല. ഈ സമയം മിത്രയുടെ അടുത്ത് ആര്യം പറഞ്ഞ, അതെ മിത്ര, ഞാൻ വിശ്വത്തെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറയണം. ഈ രാത്രിയിലാ? പോയിട്ട് വരാം, ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. നീ കഥ ഒക്കെ അടിച്ചിരുന്നോളാൻ പറയണം. ഇല്ല, ഞാൻ നിന്നെ ഒരിടത്തേക്കും വിടത്തില്ല ആര്യ, നീ പോകണ്ടാന്ന് പറയണം. നിന്നോടെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേന്ന് ചോദിക്കണം. ഇതേ നിനക്കെന്താ ഇത്ര പേടിയാണോ? അത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി എനിക്കില്ല, പക്ഷെ ആരിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി എനിക്ക് നന്നായിട്ടുണ്ടറിയാം. അതുകൊണ്ട് വേണ്ട ആര്യ, നീ പോകണ്ടെന്ന് പറയണം. ആരും സംഭവിച്ചില്ല. പെട്ടെന്ന് മിത്ര ആരിനെ കയറി അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം. വേണ്ട, ഞാൻ വിടത്തില്ല, നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം. ആര്യം ശേ, നീ എന്താ ഈ കാണിക്കണേന്ന് ചോദിക്കണം. അങ്ങോട്ട് മാറാൻ പറഞ്ഞങ്ങ് തള്ളി മാറ്റുവാണ്. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ദേഹത്തോട്ടുള്ള കളി വേണ്ടെന്ന്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേന്ന് ചോദിക്കുക. അവളുടെ ഒരു ദേഹത്ത് കെട്ടിപ്പിടുത്താൻ പറ്റും, സാരി ഉടുപ്പിക്കില്ല, എന്തൊക്കെ പ്രകടനങ്ങളാ, ഇതൊന്നും വേണ്ട നിന്നോട് ഞാൻ പറഞ്ഞല്ലേന്ന് ചോദിക്കും. ഇത്രയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി.
മിത്രയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. മിത്ര അങ്ങോട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോ ആര്യന് വിഷമായി. അല്ല മിത്ര, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, തെറ്റായ രീതിയിൽ പറഞ്ഞൊന്നും അല്ലെന്ന് പറയണം. വേണ്ട ആര്യ, ഇനി ആര്യന്റെ ദേഹത്തെ ഞാൻ തൊടാൻ പറ്റത്തില്ലെന്ന് പറയാം. അയ്യോ ആര്യ, അത് പിന്നെ ഞാന് അല്ല, അയ്യോ മിത്ര, അത് പിന്നെ ഞാന് അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല. നീ ദേഷ്യപ്പെടാനോ പിണങ്ങാനോ പറഞ്ഞല്ല. മിത്ര പറഞ്ഞു, ആദ്യം ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല. ആര്യനെ ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ധൈര്യം കൈവന്ന പോലെ. ഇത്ര സമയം ഇല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം ആര്യനെ ഒന്ന് തൊട്ടാൽ മതി എനിക്ക് ഇത്ര സങ്കടങ്ങളും അല്ലെങ്കിൽ ഇത്ര പേടിയുള്ളപ്പം. എൻ്റെ വിഷമമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് എന്ത് പറയാനാ, എൻ്റെ ഉള്ളിലെ എല്ലാ വേദനകളും ആര്യനും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിപ്പോയും. അതുകൊണ്ടാ എൻ്റെ പേടിയല്ല ഇപ്പം മാറിയെന്ന് പറയാണ്. ആര്യനും വല്ലാത്ത വിഷമമായിപ്പോയി. ഇപ്പം ഇത്രയും ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. പിന്നീട് ആരും ശരി, എന്നാൽ ഞാൻ വിശ്വസത്തെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം. ഞാൻ അങ്ങോട്ട് പോണില്ല, നീ ഒന്നോ ധൈര്യമായിട്ടിരിക്കുക, സമാധാനപ്പെടാൻ പറഞ്ഞിട്ട് ആര്യന് മിത്രനെ ആശ്വസിപ്പിക്കണം. മിത്രയ്ക്ക് സമാധാനമായി. ആര്യം പോകുന്നില്ലോ, ആ ഒരു സന്തോഷമുണ്ട്. ആര്യൻ ഇവിടെ ഉണ്ടേ പിന്നെ തനിക്കൊന്നും പേടിക്കാനില്ല. ഈ സമയത്ത് വല്ലാത്ത ടെൻഷൻ ഇരിക്കുക ഗോമതി. അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ട് വന്നു. മീനാക്ഷി കിടന്ന് ഗോമതി പറഞ്ഞു, ദേ എനിക്കറിയത്തില്ല മോളെ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്. ദേ ബാലേട്ടനോട് പറഞ്ഞിട്ട് ബാലേട്ടനാണെങ്കിൽ അമ്മനും വില്ലിനും അടുക്കുന്നില്ല എന്ന് പറയാം ആരിനെ വിളിക്കാനായിട്ട്. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആരിന് അവന്റെ കാര്യം നോക്കാനായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മ ആ ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കണ്ട. അവന് എന്താണെങ്കിലും അവന്റെ സ്വന്തം കാര്യം നോക്കുക, അവന്റെ ഭാര്യനെ നോക്കാനേ അവനറിയാം. പിന്നെ പേടിച്ചിരിക്കുന്ന ആൾ അമ്മയാ, അമ്മയ്ക്കേ ഈ പേടിയുള്ളൂ, ഞാൻ കറക്കില്ല എന്ന് പറയണം. ഇത് കേട്ടോ ഗോമതി പറഞ്ഞു, ഒന്നുമില്ലല്ലോ, അവൻ എന്റെ മോനല്ലേ, അതൊക്കെ അറിയാം എന്നും പറഞ്ഞോണ്ട് അമ്മ എന്തിനാ പേടിക്കണമെന്ന് ചോദിക്കുവാണ്. പിന്നീട് മുറിയിലേക്ക് കയറി ചെല്ലുവാണ് മീനാക്ഷി. അപ്പൊ ആകാശ് അവിടെ ഉണ്ടായിരുന്നു. ആകാശിനെ കണ്ടത് മീനാക്ഷി പറഞ്ഞതേ, ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അല്ല ഇപ്പൊ തന്നെ ഒരു പ്രശ്നം വന്നല്ലോ, അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുവാണെങ്കിൽ നമ്മളെ തകർക്കാനായിട്ട് ആർക്കും സാധിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, അത് ശരിയാ, ഒരു കാരണവശാലും ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ആരിനും കൂടെ ഉണ്ടായിരുന്ന ഒരു ബലമായിരുന്നു, അവനൂടെ ഉണ്ടാ ഞങ്ങൾക്കൊരു ധൈര്യമാണെന്ന് പറയണം. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെതായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമല്ലേ, അവരെ നമ്മൾ പോയി ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലോ എന്ന് പറയണം. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആരിനും കൂടെ ഇങ്ങോട്ട് വിളിക്കണം എന്ന് പറയാം. ആകാശ് പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. കാരണം ആകാശിനാണെങ്കിലും ധർമ്മനാണ് എല്ലാവർക്കും അറിയാം, ആരിനുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ബലമാണ്. അവന് ആരടിക്കാൻ വന്നാലും അവൻ ആ നേർക്ക് ചാടിച്ചെല്ലുന്ന സ്വഭാവമാണ് അവന്റെ. ഈ സമയത്ത് ആരിന് എന്ത് ചെയ്യുവാണ്, താൻ എടുത്തു വെച്ചിരുന്ന കത്തി സാധനങ്ങളും എല്ലാം എടുത്ത് റെഡിയാക്കുവാണ്. പിന്നീട് ഒരു നീട്ടത്തിലുള്ള ഒരു വടിവാൾ പോലെ സംഭവിക്കും എടുത്തു. അപ്പത്തേനും വേണം അങ്ങോട്ട് വിശ്വം അങ്ങോട്ട് വരുന്നത്. വിശ്വം വന്നിട്ട് ചോദിച്ചു, ഇതെന്താടാ ആര്യെന്ന് ചോദിക്കണം. എന്താടാ എന്ത് പറ്റി, എന്തേലും ഭീഷണി ഉണ്ടോന്ന് ചോദിക്കണം. ഒന്നുമില്ലടാ, ഞാനൊരു മുൻകരുതൽ എടുത്താന്ന് പറയണം. എടാ ഇതും കൊണ്ടൊക്കെ അവന്മാരുടെ അടുത്ത് പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എന്താണെങ്കിലും എന്നെ ചെയ്യാനൊന്നും ആരും വരുന്നില്ല. പക്ഷെ മിത്രയുടെ കാര്യം ഓർത്തിട്ടാ അവള്, എനിക്കതൊന്നും പേടിയാന്ന് പറയണം. സാരമില്ലടാ, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. നിനക്ക് പേടിയാണ്, ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ട് പോരാൻ പറയണം. വേണ്ട, അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വിശ്വത്തെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ബൈക്ക് പുറത്തു വന്നിരുന്നത്. ബൈക്കിനകത്തുനിന്ന് 2-3 ഗുണ്ടകൾ ഇങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ വന്നിട്ട് കഥയെ മുട്ടുക. പെട്ടെന്ന് ആരും താൻ എടുത്തു വെച്ചിരുന്ന ആ കത്തി ഇതൊക്കെ എടുക്കുവാണ്. മിത്ര പറഞ്ഞു, ആര്യം ഇതൊക്കെ എന്തിനാ, നീ അവിടെ മിണ്ടായിരിക്കുക, ഇതേ എന്ത് വന്നാലും നീ പുറത്തിറങ്ങല്, അകത്ത് കയറി മുറിയിൽ കയറി കഥ അടിച്ചിരുന്നോളെന്ന് പറയാം. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല ആര്യാന്ന് പറയണം. വേണ്ട, എനിക്കിപ്പോ നല്ല ധൈര്യമാണ്, എന്റെ കൂടെ എന്തിനും ആര്യനുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല ധൈര്യമാണ്, അതുകൊണ്ട് ആരും പേടിക്കണ്ടെന്ന് പറയണം. നീ എന്താടാ കഥ അടിച്ചിരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കണോ, ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് പറയണം. വീണ്ടും കഥയെ കിടന്ന് തട്ടിക്കഴിയുമ്പോഴത്തേനും ആര്യം പോയി കഥ തുറന്നു. പിച്ചാത്തിയായിട്ടാണ് ചാടി വരുന്നത്. ഓഹോ, ഇതെന്താ ഒരു കൊച്ചു പിച്ചാത്തിയൊക്കെ ആയിട്ട് ആപ്പിള് കട്ട് ചെയ്യാനാണോ ആര്യാന്ന് ചോദിക്കുകയാണ്. എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി. എടാ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് ഞാൻ പറയണം. അല്ല വേണ്ട, ഇടി ഇപ്പൊ കുറച്ച് വെള്ളം എടുത്തോണ്ടാണ് മിത്രയുടെ. ഇത് കേട്ടോ മിത്ര അനങ്ങാൻ നിന്നു. പറഞ്ഞാൽ നിനക്ക് പറ്റത്തില്ലല്ലേ, എന്നാ വേണ്ട, ഞങ്ങൾ തന്നെ പോയി എടുക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴത്തേനും ആര്യൻ അവരെ തടയുകയാണ്. അകത്തേക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓഹോ, കയറിയ നീ എന്ത് ചെയ്യും? പിന്നീട് അവരെ അടിയാണ് നടന്നത്. ആര്യൻ അവരെ എടുത്തിട്ട് അടിക്കുകയാണ്. അവരെല്ലാം തെറിച്ചു വീഴാണ്. പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് മിത്രയുടെ കയ്യിലേക്ക് കടന്നു പിടിച്ചു. മിത്ര അവരെ തള്ളി മാറ്റാൻ ശ്രമിച്ചു കഴിയുമ്പോഴത്തേനും മിത്ര അങ്ങോട്ട് പോയി എടുത്തടിച്ച് വീഴുവാണ്. എന്റെ ഭാര്യയെ തൊടുന്നോടാന്ന് ചോദിച്ചോണ്ട് ആര്യങ്ങൾ പറന്നു വന്ന് അവന്റെ കർണം തീർത്തോണം കൊണ്ട് പൊട്ടിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടും കൂടെ തല്ലായി. പക്ഷെ അവന്മാരുടെ മുന്നിൽ പിടിച്ചിരിക്കാണ്ട് ആര്യന് സാധിച്ചില്ല. പിന്നീട് ആര്യനെ അവന്മാർ രണ്ടുപേരും കൂടെ ഇടിച്ചിട്ട് എന്ത് ചെയ്യണം, ഒഴത്തന്നെ എളിയുന്ന ഒരു കത്തിയും ഊരിയിട്ട് ആര്യനെ കുത്താനായിട്ട് അങ്ങനെ കത്തിയും കൊണ്ട് അങ്ങ് പാഞ്ഞു ചെന്നതും ഒരു കൈ വന്ന് ഒറ്റ തട്ടായിരുന്നു. കത്തിയൊക്കെ തെറിച്ചു പോയ വഴി കണ്ടില്ല. പെട്ടെന്ന് രണ്ടുപേരും കൂടെ മാറി നോക്കുവാണ്. ഒരു നിമിഷം
അവരെ നമ്പറിന്ന് പോയി. സുബൈർക്ക, എന്താടാ എന്താടാ നീ എന്റെ കൊച്ചിനെ ചെയ്യാൻ വന്നെന്ന് ചോദിച്ചിട്ട് ആന്യം കൂടി ചേർത്ത് പിടിക്കാടാ. അവര് പ്രതീക്ഷിച്ചില്ല. അല്ലിക്ക, ഇക്ക എന്താ ഇവിടെ? അതെ, ഇതെന്റെ കൊച്ചാ. ഇവന്റെ നേർക്ക് എന്തേലും ഒരു പോറല് പോലും ഇവന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും നീയൊക്കെ വിചാരിച്ചോന്ന് ചോദിക്കും. അല്ലക്ക, അത് പിന്നെ നീയൊക്കെ ആരുടെ എന്താളും കുഴപ്പമില്ല, ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണെന്ന് പറയാം. ഇത് പ്രദീപ സാറ് പറഞ്ഞിട്ടാ. ഏത് സാറാളും കുഴപ്പമില്ല, പ്രദീപനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം. അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ സ്ഥലം കാലിയാക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എടാ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ, സോറി പറഞ്ഞിട്ട് പോടാന്ന് പറയണം. പിന്നെ അവന്മാര് സോറി പറയാണ്. അതിനോട് സോറി ഇട്ടോന്ന് പറഞ്ഞിട്ട് അവന്മാര് ജീവനും കൂടെ അങ്ങ് പോകാൻ തുടങ്ങുക. പിന്നീട് മിത്രവൻ താങ്ക്സ് ഇക്കാന്ന് പറയാണ്. ഇത് പറഞ്ഞു അത് കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുബൈർ പറഞ്ഞു, അതെ പരിചയപ്പെടലൊക്കെ നമുക്ക് പിന്നീടാ, ഞാൻ പിന്നെ ഒരു ദിവസം വരാം എന്നും പറഞ്ഞിട്ട് സുബൈറയ്ക്ക് അങ്ങോട്ട് പോവാണ്. ഒരു നിമിഷം മിത്രയ്ക്കും അവനും എന്താ സംഭവിച്ചെന്ന് പോലത്തില്ലാത്ത അവസ്ഥ, രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. മിത്ര പറഞ്ഞു, ആ ഇക്ക വന്നില്ലായിരുന്നെങ്കിലോ? അല്ല, ആരാ ആരാ വന്നേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആര്യം പറഞ്ഞു, എനിക്ക് മനസ്സിലായി സുബൈർ ഇക്ക ആരാ. എന്റെ അച്ഛൻ പലവട്ടം വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, റംസാനൊക്കെ വരുന്ന സമയത്ത് സുബൈറക്കയുടെ വീട്ടിൽ പോയാൽ ഫുഡ് കഴിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ, ആളെ കാണുന്ന ആദ്യമായിട്ടാ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം മിത്രയ്ക്ക് മനസ്സിലായി, ആരാ രക്ഷിച്ചെന്നുള്ള. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാ നമ്മളെ രക്ഷിച്ചെന്നുള്ള. അച്ഛനല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം, അതെ അച്ഛൻ തന്നെയാ സുബൈറക്കനെ ഇങ്ങോട്ട് പറഞ്ഞിട്ടെ. അല്ല, അച്ഛൻ എങ്ങനെയാണ് നമുക്ക് ഈ ആപത്ത് സംഭവിക്കുമെന്ന്? എന്താണെങ്കിലും അച്ഛന്റെ മോന്റെ സ്വഭാവമോ അതുപോലെ തന്നെ മനസ്സും ഒരേപോലെ ആയതുകൊണ്ടല്ലേ മോൻ ഒരു ആപത്ത് വരുമെന്ന് അച്ഛനത് മുൻകൂട്ടി കണ്ടു. അച്ഛൻ കൃത്യസമയത്ത് തന്നെ വിട്ടത്, ആളെ പറഞ്ഞു വിട്ടത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നിട്ട് എന്താ ആന്യും അച്ഛൻ ഇപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടായി കഴിയുന്നത് കാരണം എന്താ? നിങ്ങളുടെ തമ്മിൽ ആർക്കാ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ആര്യം പറഞ്ഞു, അതെ വലിയ കാര്യങ്ങളൊന്നും നീ സംസാരിക്കണമെന്ന് പറയാം. ഇതാ പറഞ്ഞേ. അപ്പൊ ആന്റെ കയ്യിൽ തന്നെ പ്രശ്നം, ആന്റെ ഈ ദേഷ്യം, അതാണ് മെയിൻ കാരണം, വെറുതെ അല്ലാന്ന് പറയാണ്. ഈ സമയം പുറത്തേക്ക് ഇറങ്ങിയ ഗുണ്ടകൾ നേരെ പ്രദീപിനെ വിളിക്കണം. പ്രദീപിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു പ്രശ്നമുണ്ട് പ്രദീപ് സാറേ, അവിടെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു, അറിയാലോ. ഇനിയിപ്പം രക്ഷയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നെന്ന് പറയാണ്. ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാൻ പറ്റില്ലെന്ന് വേണം. സുബൈറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് അവന്മാർ ഫോൺ കട്ട് ചെയ്തു. ഇനി ഞങ്ങളെ ഈ പരിപാടി ഒരിക്കലും ഏൽപ്പിക്കില്ല, അല്ലെങ്കിൽ ഏൽപ്പിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന്മാർ ഫോൺ കട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.